പരിശുദ്ധ പിതാക്കന്മാർക്ക് പനി വരുമോ? നമ്മുടെ സഭകളിലെ പരിശുദ്ധ തിരുമേനിമാർക്ക് സാധാരണ അൽമായന്മാർക്ക് വരുന്ന പോലെ പനിയും ജലദോഷവും കോച്ചിപ്പിടുത്തവും നടുവുളുക്കും ഒക്കെ ഉണ്ടാകുമോ? ന്യായമായ ഒരു സംശയമല്ലേ? എന്നാൽ കേട്ടോളൂ, അവർക്കും മാനുഷികമായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം അവരും നമ്മളെപ്പോലെ തന്നെ പച്ച മനുഷ്യരാണ്. 5 മീറ്റർ തുണി കൊണ്ടുള്ള ആ ലോഹ സഭാവസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ അവരും നമ്മെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. എല്ലാ വിചാരങ്ങളുമുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തരം രോഗങ്ങളും ഇവർക്ക് വരും. രോഗം വന്നാൽ അവരും പേടിക്കും, നൊന്താൽ അയ്യോ ബാവേ എന്ന് കരയും, ദൈവമേ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് ആശുപത്രിയിലേക്ക് വണ്ടി വിടും. ഡോക്ടർമാരാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് അവർ തന്നെ മനസ്സിലാക്കും. നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരെ കാക്കുവാൻ 2 സൈഡിലും മാലഹമാരായ ക്രോബന്മാരും ശ്രാപ്പന്മാരും ഒക്കെ 24 മണിക്കൂർ നിൽപ്പുണ്ടെന്ന് തക്സയിൽ പറഞ്ഞുണ്ടെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരുത്തനും കാണില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആശുപത്രിയും ഡോക്ടർമാരും ഒക്കെ മാത്രമേ കാണുകയുള്ളൂ. ഇന്നലെ മാർത്തോമാ സഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു വാർത്ത നൽകിയപ്പോൾ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത ഗുരുതരാവസ്ഥയിൽ വെല്ലൂർ CMC ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സഭയുടെ മേലധ്യക്ഷനായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത രോഗബാധിതനായി ഗുരുതരാവസ്ഥയിൽ വെല്ലൂരിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ആ വാർത്ത വാസ്തവവിരുദ്ധമാണ് എന്ന് പലരും എന്നെ വിളിച്ചു പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് സഭ ഇത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തായിരുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നും ഹെൽത്ത് ബുള്ളറ്റിനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത CMC വെല്ലൂരിൽ ചികിത്സയിലാണെന്ന് ഞങ്ങൾ നൽകിയ വാർത്ത കണ്ടാണ് സഭാവിശ്വാസികളിൽ പലരും അറിഞ്ഞത്. ഇതറിഞ്ഞ പല വിശ്വാസികളും അദ്ദേഹത്തിന്റെ രോഗവിവരം അറിഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അങ്ങനെയാണ് തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ രോഗവിവരം കാണിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ബുള്ളറ്റിൻ ഇറക്കുവാൻ സഭ ഇന്ന് തീരുമാനിച്ചത്. അപ്രകാരം സഭാ സെക്രട്ടറി ഇന്നിറക്കിയ ആ ഹെൽത്ത് ബുള്ളറ്റിൻ ഞങ്ങളിപ്പോൾ നൽകുകയാണ്. ഞങ്ങൾ നൽകിയ വാർത്ത കണ്ട് സഭാജനങ്ങളിൽ പലരുടെയും മനസ്സിൽ ആശങ്ക ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇന്ന് ഇത് നൽകുന്നത്. ശ്രമിച്ചാലും Health update of His Grace the Metropolitan. Our Metropolitan had a leg pain and had taken medical treatment at a hospital in Tiruvalla. Then it was decided to seek a second opinion and went to Christian Medical College, Vellore. He has been admitted since 5th November 2024 there. During this period, a correction surgery was conducted on 6th November 2024 regarding the L4, L5 vertebrae, and it was a complete success. The Metropolitan is currently recovering at the CMC Hospital, Vellore, with routine physiotherapy. His Grace has conveyed his heartfelt gratitude to all those who have sent their prayers and support and is looking forward to assuming office very soon. Reverend Abi T. Maman, Sabha Secretary. തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത എത്രയും വേഗം രോഗസൗഖ്യം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഈ വീഡിയോ ആരെയും കളിയാക്കുവാനോ ചെറുതാക്കുവാനോ നാണം കെടുത്തുവാനോ ഒന്നും വേണ്ടിയല്ല. ആരുടെയും വിശ്വാസത്തെ ഹനിക്കുവാനോ വ്രണപ്പെടുത്തുവാനോ വേണ്ടിയുള്ളതല്ല. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ആ നിലയ്ക്ക് മാത്രമേ എടുക്കാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യരായി പിറന്നു വീണ നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ രോഗികളാകും, മരിക്കും, ഇല്ലേ? അവർ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ സഭാപിതാക്കന്മാരായിക്കൊള്ളട്ടെ, സാധാരണ കൂലിപ്പണിക്കാരനായിക്കൊള്ളട്ടെ, മനുഷ്യൻ ഏറ്റവും പള്ളികളോടും പട്ടക്കാരോടും അടുക്കുന്നത് രോഗങ്ങളും പീഡകളും വരുമ്പോഴാണ്. സത്യമല്ലേ? വൈദികരോട് നമ്മൾ പറയും, അച്ഛ അല്ലെങ്കിൽ തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. അവർ പറയും, ഒന്നുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, എല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന്. എല്ലാ രോഗങ്ങളും മാറ്റുന്ന, എല്ലാ ക്യാൻസറുകളും ട്യൂമറുകളും മാറ്റുന്ന പുരോഹിതന്മാരും അത്ഭുത രോഗശാന്തിക്കാരായ പാതിരിമാരും കരിസ്മാറ്റിക്കുകാരും ഒക്കെ ധാരാളം നമ്മുടെ എല്ലാ സഭകളിലും ഉണ്ടാവും. എന്നാൽ സ്വന്തമായി ഒരു ജലദോഷപ്പനി വന്നു കഴിഞ്ഞാൽ അവർ ആരും അറിയാതെ ആശുപത്രികളെ അഭയം പ്രാപിക്കും. അവരെ തെറ്റു പറയുന്നില്ല. കാരണം ഏത് മോനാണ് ഉള്ളിൽ ജീവഭയം ഇല്ലാത്തത്? യഥാർത്ഥത്തിൽ നല്ല സമരിയക്കാരൻ്റെ വേല ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെയാണ്, അല്ലേ? അവർ മുറിവുകളെ ലേപനം ചെയ്ത് സൗഖ്യം നൽകുവാൻ പ്രയത്നിക്കുന്നത് അവരാണ്. നമ്മുടെ അഭിവന്ദ്യ പരിശുദ്ധ പിതാക്കന്മാർ വരെ ഡിസ്ക് പ്രൊലാപ്സ്ഡായി എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു കിടക്കുമ്പോൾ ഓപ്പൺ സർജറി വഴിയോ ലാപ്രോസ്കോപ്പിക് സർജറി വഴിയോ അതിനൂതനമായ റോബോട്ടിക് സർജറി വഴിയോ അവരെ നേരെ നടത്തുന്നത് നമ്മുടെ ഡോക്ടർമാരാണ്, മെഡിക്കൽ പ്രൊഫഷണലുകളാണ്. അപ്പോൾ
ആശുപത്രിയല്ലേ യഥാർത്ഥത്തിൽ ദൈവാലയം? അവിടെയല്ലേ യഥാർത്ഥ കൂദാശകൾ നടക്കുന്നത്? എത്രയെത്ര ജീവനുകൾ അവർ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു. എത്രയോ പേരുടെ രോഗത്തിന് ശമനം നൽകുന്നു. എത്രയോ പേരുടെ കണ്ണീരൊപ്പുന്നു. ആർക്കൊക്കെയോ താങ്ങും തണലുമാകേണ്ടുന്നവരെ അവർ രക്ഷപ്പെടുത്തിയെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കാണപ്പെട്ട ദൈവവും മാലാഖമാരും ഡോക്ടർമാരും നഴ്സുമാരും ആണെന്ന്. പള്ളികളിൽ ഞായറാഴ്ച 2 മണിക്കൂർ മാത്രം ചവിട്ടുനാടകം കളിച്ച് തച്ചൊപ്പിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭവനവേദനവുമായി നടക്കുന്ന നമ്മുടെ പാതിരിപ്പാമ്പുകൾ അടുത്തുള്ള ആശുപത്രികളിൽ ശുശ്രൂഷകരായോ കൂട്ടിരിപ്പുകാരായോ പോയാൽ എത്രയോ നന്മയുണ്ടാകും. ആർക്ക്? അവർക്കും സമൂഹത്തിനും. അതുപോലെ പാതിരിമാരുടെ ക്രിസ്തുമതം പാലെ എല്ലാ ഞായറാഴ്ചയും പോയി ഒരു മടുപ്പുമില്ലാതെ കാണുന്ന വിശ്വാസി സമൂഹം ആഴ്ചയിൽ 2 മണിക്കൂർ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആതുര സേവന കേന്ദ്രങ്ങളിൽ കൂട്ടിരിപ്പുകാരായി എങ്കിലും പോയാൽ എത്രയോ അനുഗ്രഹപ്രദമാകും. ആർക്ക്? അവർക്കും സമൂഹത്തിനും. നിർത്തിയിട്ട് ഞാൻ പോവുകയാണ്. വിശ്വാസികൾ നിങ്ങളുടെ സഭാപിതാക്കന്മാരുടെ ആരോഗ്യത്തിനായി കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. എങ്കിലേ അവരുടെ ഉവ്വാവു മാറത്തുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.